മകരക്കൂറുകാരെക്കുറിച്ച് പറഞ്ഞാൽ വിനയവും വിദ്യാഭ്യാസവും ബഹുമാന്യതയും ശ്രേഷ്ഠതയും ഉള്ള ആൾക്കാരാണിവർ. എല്ലാ കാര്യത്തിലും ഉത്സാഹം സാമർഥ്യമൊക്കെ ഉണ്ടാവും. അന്യരെ സഹായിക്കുന്ന കാര്യത്തിൽ വളരെയധികം താല്പര്യമുള്ളവരാണ് ഈ രാശിക്കാർ. മകരക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ പകുതി ഭാഗം. രണ്ടാം ഭാവത്തിൽ നിന്ന് ശനി ഇപ്പോൾ 3ലേക്ക് മാറുകയാണ്. ഏതായാലും ശനിയുടെ ക്ഷേത്രം തന്നെയാണ് മകരവും കുംഭവും. ആ ശനി 3ലേക്ക് മാറുന്നതുകൊണ്ട് മകരക്കൂറുകാരെ സംബന്ധിച്ച് കൂടുതൽ ഗുണം വർദ്ധിക്കുവാനാണ് സാധ്യത. സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും. പൂർവികമായി കിട്ടേണ്ടിയിരുന്ന സ്വത്തൊക്കെ ലഭ്യമാകുവാൻ സാധ്യതയുണ്ട്. കേസ് വഴക്കിൽ നിന്നൊക്കെ അവർക്ക് മോചനം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. വളരെ നാളായി വിരോധിച്ചിരുന്ന പലരും അടുത്തുകൂടുകയും സ്നേഹബഹുമാനാദികളൊക്കെ ലഭിക്കുകയും ചെയ്യും. ഗൃഹനിർമ്മാണത്തിന് സാധ്യതയുണ്ട്. വാഹനം വാങ്ങിക്കുവാൻ സാധ്യതയുണ്ട്. വിദേശത്ത് പോകാൻ യോഗമുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് പഠന മികവുണ്ട്. പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്ന കാര്യത്തിലൊക്കെ വ്യവസായമായിട്ട് ബന്ധപ്പെട്ടവർക്കും കച്ചവടക്കാർക്കുമൊക്കെ നല്ല സമയമാണ്. കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും മകരക്കൂറുകാരെ സംബന്ധിച്ച് വലിയ ദോഷങ്ങളൊന്നുമില്ല, അനുകൂല സമയമാണ്. എന്നിരുന്നാലും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടാം. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം. അഗ്നിഭയം, വിഷഭയം, ക്ഷതം മുതലായ ശിരോരോഗം, ഉദരപീഡ മുതലായി ആരോഗ്യ പ്രശ്നമൊക്കെ വന്നു ചേരാവുന്ന കാലഘട്ടമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച്.